വളരെ കുറച്ച് ചിത്രങ്ങൾ മാത്രം സംവിധാനം ചെയ്ത ഒരു സംവിധായകനാണ് സംഗീത് ശിവൻ. എന്നാലും അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രങ്ങൾ മലയാളത്തിന് എക്കാലവും ഓർക്കാവുന്ന, എക്കാലവും കാണാവുന്ന ചിത്രങ്ങളാണ്. മലയാളത്തിൻ്റെ മണിരത്നം എന്ന് വേണമെങ്കിൽ പറയാം സംഗീത് ശിവനെ. കാരണം നമ്മൾ മണിരത്നത്തിൻ്റെ സിനിമ കാണാൻ പോകുമ്പോൾ ആ മണിരത്നത്തിൻ്റേതായിട്ടുള്ള കുറേ ഡയറക്ടേഴ്സ് ടച്ചുകൾ ആ സിനിമയ്ക്കുണ്ടാവും. അതുകൊണ്ടാണ് മണിരത്നം സിനിമകൾ കാണാൻ പ്രേക്ഷകർ തിയേറ്ററുകളിൽ പോകുന്നത്. അപ്പോൾ അതുപോലെ ഒരു മണിരത്നം ടച്ചുള്ള, അല്ലെങ്കിൽ മണിരത്നത്തിനെ പോലെ വ്യത്യസ്തനായി ചിന്തിക്കുന്ന ഒരു സംവിധായകനാണ് ഈ സംഗീത് ശിവൻ എന്ന സംവിധായകൻ. സംഗീത് ശിവൻ തൻ്റെ അച്ഛനായ ശിവനോടൊപ്പം ചേർന്ന് കുറച്ച് ഡോക്യുമെൻ്ററികളും മറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനായ ശിവൻ തിരുവനന്തപുരത്തുള്ള ശിവൻ സ്റ്റുഡിയോയുടെ ഉടമയായിരുന്നു. അപ്പോൾ ഈ അച്ഛനും ആയിട്ട് ചേർന്ന് കുറേ ഡോക്യുമെൻ്ററികളും അതിലെല്ലാം അച്ഛൻ്റെ കൂടെ സഹസംവിധായകനായിട്ട് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ സംഗീത് ശിവൻ്റെ സഹോദരനാണല്ലോ സന്തോഷ് ശിവൻ. അപ്പോൾ സന്തോഷ് ശിവൻ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഛായാഗ്രഹണത്തിൽ ബിരുദമെടുത്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഈ സംഗീത് ശിവൻ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫിലിം അപ്രീസിയേഷൻ കോഴ്സിൽ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് അവിടുത്തെ ശിക്ഷണത്തിൽ കുറേ വിദേശ ചിത്രങ്ങൾ സിനിമയുമായിട്ട് കൂടുതൽ അടുക്കുവാനുമൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടായി. അത് അദ്ദേഹത്തിൽ ഒരു സംവിധായകൻ എന്നുള്ള ആ ഒരു ലെവലിലേക്ക് അദ്ദേഹത്തിന് ഉയരുവാനുള്ള ഒരു പ്രേരണയായി. കൂടാതെ സന്തോഷ് ശിവനാണ് തൻ്റെ സഹോദരനായ സംഗീത് ശിവനോട് ഇൻഡിപെൻഡൻ്റായി കഥ എഴുതി സിനിമ സംവിധാനം ചെയ്യണമെന്നും മറ്റും നിർദ്ദേശങ്ങളും മറ്റും കൊടുത്തത്. അതിനെ തുടർന്നാണ് സംഗീത് ശിവൻ മലയാളം സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നത്. സംഗീത് ശിവൻ സംവിധാനം ചെയ്ത ആദ്യത്തെ സിനിമ 1990 റിലീസ് ചെയ്ത വ്യൂഹം എന്ന ചിത്രമാണ്. ഈ വ്യൂഹം എന്ന ചിത്രത്തിന് ശേഷം 1992 യോദ്ധ എന്ന ചിത്രം റിലീസായത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, AR റഹ്മാൻ എന്ന സംഗീത സംവിധായകൻ റോജയ്ക്ക് ശേഷം മലയാളത്തിലേക്ക് ആദ്യമായി വന്ന ഒരു ചിത്രം കൂടിയാണ് യോദ്ധ എന്ന ചിത്രം. ഈ യോദ്ധ എന്ന ചിത്രം സംവിധാനം ചെയ്ത ഈ സംഗീത് ശിവൻ നേപ്പാളിൻ്റെ അതുവരെ കണ്ടിട്ടില്ലാത്ത, നമ്മൾ മറ്റ് സിനിമകളിലൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള നേപ്പാളിൻ്റെ പ്രകൃതി ഭംഗിയും അതുപോലെ നേപ്പാളിൻ്റെ തെരുവുകളുമൊക്കെ വളരെ ഭംഗിയായാണ് ആ യോദ്ധ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അദ്ദേഹം ചെയ്ത എല്ലാ സിനിമകളുടെയും, മലയാള സിനിമകളുടെയും ഛായാഗ്രഹണം നിർവഹിച്ചത് അദ്ദേഹത്തിൻ്റെ സഹോദരനായ സന്തോഷ് ശിവനാണ്. എന്തായാലും ഈ ഫ്രെയിമുകൾ, അതായത് കാണാൻ ഭംഗിയുള്ള ഫ്രെയിമുകൾ കണ്ടുപിടിക്കുന്നതിൽ ഒരു മിടുക്കനായിരുന്നു സംഗീത് ശിവൻ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇപ്പോൾ സംഗീത് ശിവൻ സംവിധാനം ചെയ്ത നിർണയമായിക്കോട്ടെ, ഗാന്ധർവമായിക്കോട്ടെ, യോദ്ധ ആയിക്കോട്ടെ, വീണ്ടും വീണ്ടും നമ്മൾക്ക് കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം, ഇപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം കണ്ടാൽ ആ സിനിമയുടെ കഥ നമുക്ക് മനസ്സിലാവും. ചിലപ്പോൾ അത് നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുകയും ചെയ്യും. എന്നാലും ഇദ്ദേഹം സംവിധാനം ചെയ്ത ഈ ചിത്രങ്ങൾ, ഈ ഗാന്ധർവം, നിർണയം, ഈ യോദ്ധ തുടങ്ങിയ ചിത്രങ്ങൾ എപ്പോൾ കാണാൻ അവസരമുണ്ടായാലും ഞാൻ കാണാറുണ്ട്. കാര്യം വേറൊന്നുമല്ല, ആ സിനിമയുടെ ആ ഒരു ടെക്നിക്കൽ ബ്രില്യൻസിനൊപ്പം ആ സിനിമയുടെ ഒരു ഫുൾ ആയിട്ടുള്ള, അതായത് മുഴുവനായിട്ടുള്ള അതിൻ്റെ ഒരു നമുക്കുള്ള സിനിമ ആസ്വാദനം ആ തരത്തിൽ ഏത് തരത്തിലാണോ ഈ സംഗീത് ശിവൻ ആ സിനിമ എടുത്തിരിക്കുന്നത്, ആ തരത്തിൽ അദ്ദേഹത്തിന് ആ ആളുകൾ കാണുന്ന തരത്തിൽ സിനിമ കൺസീവ് ചെയ്യാനുള്ള ഒരു കഴിവുള്ളൊരു സംവിധായകനായിരുന്നു സംഗീത് ശിവൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം എവിടെ ക്യാമറ വെച്ചാലും, അതായത് ക്യാമറമാൻ എവിടെ ക്യാമറ വെച്ചാലും അദ്ദേഹം കണ്ടെത്തുന്ന ഫ്രെയിം മറ്റാരും കണ്ടെത്താത്ത തരത്തിലുള്ള ഫ്രെയിമുകൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് പകർന്നു തന്ന ഒരു വ്യക്തിയാണ് സംഗീത് ശിവൻ. അതുകൊണ്ട് തന്നെ സംഗീത് ശിവൻ എന്ന സംവിധായകൻ്റെ വേർപാട് മലയാള സിനിമയ്ക്ക് ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഒരു നഷ്ടം തന്നെയാണ്. കാരണം അദ്ദേഹം ഒരുപാട് സിനിമകളൊന്നും ചെയ്തിട്ടില്ല, എങ്കിലും അദ്ദേഹത്തിന് ഒരുപാട് സിനിമകൾ ചെയ്ത് നേടിയെടുത്ത പേരിനേക്കാൾ വളരെ ചുരുങ്ങിയ കുറച്ച് കാലങ്ങൾ കൊണ്ട് കുറച്ച് സിനിമകൾ ചെയ്ത് അദ്ദേഹത്തിന് കിട്ടണമെങ്കിൽ അദ്ദേഹം ഒരു പ്രഗത്ഭനായ ഒരു സംവിധായകനാണ് എന്നുള്ളതല്ലേ അതിൻ്റെ ഒരു സത്യം. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹം ഹിന്ദിയിലേക്ക് ചേക്കേറിയപ്പോൾ ഹിന്ദിയിൽ സണ്ണി ഡിയോളിൻ്റെ സോർ എന്ന ചിത്രം, അതിൽ സണ്ണി ഡിയോളും സുസ്മിത സെന്നുമാണ് അഭിനയിച്ച സോർ എന്ന ചിത്രം, അതിലെ പാട്ടുകൾ എല്ലാം ഹിറ്റായിരുന്നു. പക്ഷേ ചിത്രം വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അതുപോലെ ഞാൻ സംഗീത് ശിവൻ്റെ ഹിന്ദിയിൽ സംഗീത് ശിവൻ ചെയ്ത ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ക്യാ കൂൾ ഹേ ഹം എന്ന ചിത്രമാണ്.
അതിൽ തുഷാറാണ് അഭിനയിക്കുന്നത്, തുഷാർ കപൂറാണ് അഭിനയിക്കുന്നത്. വളരെ മനോഹരമായ ഒരു കോമഡി ചിത്രമാണ്. പക്ഷേ ആ ചിത്രം കാണുമ്പോൾ നമുക്ക് തോന്നുന്നു ഇത് പ്രിയദർശൻ ഡയറക്റ്റ് ചെയ്തതാണോ എന്ന് തോന്നുന്നു. അത്തരത്തിൽ വളരെ ഭംഗിയായി കഥ പറഞ്ഞു പോകുന്ന രീതിയും ആ സിനിമയുടെ ആ ഒരു കോമഡി കൊണ്ടുള്ള ആ കോമഡിയിലൂടെയുള്ള സിനിമയുടെ പോക്കുമൊക്കെ വളരെ ഭംഗിയായി തന്നെ സംഗീത് ശിവൻ ആ ക്യാ കൂൾ ഹേ ഹം എന്ന ചിത്രത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട്. യോദ്ധ എന്ന ചിത്രം 1992 ഇറങ്ങിയതെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ആ 1992 പോലും ഇത്തരത്തിലുള്ള ഒരു ടെക്നിക്കൽ ബ്രില്യൻസ്, അതായത് ഇത്രത്തോളം ആ ഒരു സിനിമയുടെ സാങ്കേതികതയെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി അത്തരത്തിൽ സിനിമ ചെയ്ത ഒരു വ്യക്തിയാണ് സംഗീത് ശിവൻ എന്ന സംവിധായകൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം എടുത്ത ചിത്രങ്ങൾ, അത് നിർണയമായാലും ഗാന്ധർവമായാലും യോദ്ധയായാലും, ഈ 3 ചിത്രങ്ങളാണ് എനിക്ക് അദ്ദേഹം സംവിധാനം ചെയ്തതിൽ ഏറ്റവും പ്രിയപ്പെട്ട 3 ചിത്രങ്ങൾ. എനിക്ക് ഈ 3 ചിത്രങ്ങളാണ്. ഈ ചിത്രങ്ങൾ വരും തലമുറയ്ക്ക് കൂടി കണ്ടാസ്വദിക്കാൻ കഴിയുന്ന തരത്തിലാണ് അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സിനിമയുടെ പെർഫെക്ഷനാണ് അതിന് കാരണം. എന്തായാലും ഒരു സംഗീത് ശിവൻ എന്ന് പറയുന്ന ഈ സംവിധായകൻ മലയാള സിനിമയിലെ 90കളിലെ ഒരു പെർഫെക്ഷനിസ്റ്റാണ് എന്ന് ഞാൻ പറയും.